എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇനി അതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അല്ല, മാളിന്റെയും കൂടെ താല്പര്യം അറിഞ്ഞിട്ട്. അവളുടെ താല്പര്യം അറിയാൻ ഇനി പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ഇങ്ങോട്ടേക്കല്ലാതെ പിന്നെ എവിടേക്ക് കൊണ്ടുപോകാനാ? ടീച്ചറിന്റെ വീട്ടിലേക്കോ? കൊള്ളാം. അങ്ങോട്ട് കൊണ്ടുപോയി ഇനി എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ഇപ്പൊ അതിന്റെ പേരിൽ ആ ബന്ധം മുറിക്കേണ്ടി വന്നാലും നീ അത് ചെയ്യരുത് മുരളി. അവളെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് കല്ലും നെല്ലും തിരിഞ്ഞിട്ട് അവിടേക്ക് വിടുന്ന കാര്യം ആലോചിച്ചാ മതി. ഇപ്പൊ ഏതായാലും അവൾ ഹോസ്പിറ്റലല്ലേ അമ്മേ? അവക്ക് എവിടെ പോകാനാണോ ഇഷ്ടം അവിടേക്ക് പോകട്ടെന്ന് വെക്കാന്നേ. അതിന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഒരുങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ മുരളി ഇപ്പൊ അങ്ങനെ ഒരു സംസാരം? അവക്ക് ടീച്ചറുടെ വീട്ടിൽ പോയാൽ മതിയെന്നെങ്ങനെ അവള് പറഞ്ഞോ? സ്വന്തം ബുദ്ധിയിലും ബോധത്തിലും അവൾ അങ്ങനെയൊന്നും പറയത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാ അമ്മ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റട്ടെ? ചിലപ്പോ ടീച്ചറിന്റെ കൂടെ പോകാൻ തന്നെ ആയിരിക്കും മാളുവിന്റെ ഇഷ്ടം. എന്നവള് പറഞ്ഞോ? അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞ ഞാൻ ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടം മാത്രമേ നോക്കൂ, അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം ഞാൻ നോക്കില്ല. എന്റെ മോളിക്കൊച്ചേ, എന്നാത്തിനാ അവക്ക് കടുങ്കൈ ചെയ്യാൻ തോന്നിയെന്ന് അവക്കും കർത്താവ് തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. അല്ലേ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവക്കിവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ജോക്കൂട്ടിനെ പോലെ നല്ല തങ്കം പോലെ ഒരു ഭർത്താവ്. ഡേയ്സിയമ്മയുടെ കാര്യം പറയണ്ടല്ലോ. പൊന്നെ പാലേന്ന് വിളിച്ച് അവക്ക് എന്നാ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ച് അവളുടെ പിന്നാലെ നടക്കാനേ നേരമുള്ളൂ. ആ പിന്നെ ഇന്നലെ വന്നു കയറി എന്നെ കൊണ്ട് അവക്ക് എന്തെങ്കിലും ഒരു ശല്യമുണ്ടോ? എന്നിട്ടും അവൾ ഈ അഹമ്മതി കാണിച്ച എന്നാത്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ പിന്നെ പറയാനാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവളുടെ ഒരു കൂട്ടുകാരി കൂടെ കൂടെ ഇവിടെ വരും. അവൾ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയാ. ഒരു മൂശയിട്ട സാധനം. എനിക്കാണേൽ അതിനെ കണ്ണിന് കണ്ടുകൂടാ. ആ മോളിക്കുട്ടി, അവര് വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാവേ, നീ വെച്ചോ. പതുക്കെ സൂക്ഷിച്ച്. കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. നോക്കി നടക്ക. ഞാൻ നടന്നോളാം ആൻറ്റി, കുഴപ്പമൊന്നുമില്ല. എന്നാ അച്ഛൻ പോയിക്കോ. ഓഫീസിലെ ക്ലയന്റ് വെയിറ്റ് ചെയ്യല്ലേ, ഒഴിവാക്കണ്ട. ഞാൻ പോയി അതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വേഗം ഞെത്താൻ ടീച്ചറെ. ധൃതി കൂട്ടണ്ട മുരളി, സാവധാനം മതി. എന്തായാലും ഇനി എത്തിയല്ലോ. ശരി, പോട്ടെ മോളെ. വാ. എന്നാലും എന്റെ കൊച്ചേ, നീ ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ. നിനക്ക് എന്നേലും പറ്റിപ്പോയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ നിരപരാധികൾ ഉണ്ടേം വെള്ളവും തിന്ന് അകത്ത് കിടക്കേണ്ടി വരുമായിരുന്നല്ലോ. എന്നതാണേലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്ന് കയറിയ ഉടനെ നിങ്ങൾക്ക് ഇതേ ഉള്ളോ സംസാരിക്കാൻ? ഓ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഡേസമ്മ. ഇവക്കിവിടെ എന്നാത്തിന്റെ കുറവുണ്ടായിട്ടാ? ആ മതി മതി, വാ മോളെ. അമ്മച്ചി പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. കുറച്ചു നേരം കിടന്നു. ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറും. നിനക്ക് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ആന്റി. എന്നാ കിടന്നു. ഞാൻ വാതിൽ ചാരിയേക്കാം. അല്ല ഡേസമ്മേ, നീ എന്നാത്തിനെ ഇവളെയും ചുമന്നോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതുകൊണ്ട് എന്താ കുഴപ്പം? അവളെ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? അവളുടെ അപ്പന്റെ അമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? അങ്ങനല്ലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നേ? ആ, തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡേസി? അവക്ക് തലപ്രാന്തി കയറി ഇനി ഇതുപോലത്തെ കന്നന്തിരിവ് ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഒരു തവണ തമ്പുരാന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വെച്ച് എല്ലാ തവണയും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നതേലും പറ്റിപ്പോയാ ഈ വയസ്സുകാലത്ത് നമ്മൾ കോടതി സ്റ്റേഷനൊക്കെ ചവിട്ടി തേക്കാൻ നിക്കണ്ടായോ?
അങ്ങനെ വല്ല പേടിയുണ്ടെങ്കിലേ അമ്മച്ചി അങ്ങ് തിരിച്ചു പോകാൻ നോക്കിയാട്ടെ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നീ എന്നോട് പിണങ്ങണ്ട. അല്ല ഡേസമ്മ, ജോക്കുട്ടൻ അവൻ ഇനി ഇവിടെ വരില്ല. വരില്ലെന്നോ? അതെന്നാ പറ്റി? അയ്യോ, ചെറുക്ക ഒളിവിലാന്നോ? കേസ് വലുതും ആയോ ഡേസമ്മ? അവന്റെ പേരില് ശരിക്കും ഒരു വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കുകയാ വേണ്ടത്. വഞ്ചനാ കുറ്റോ? നീ എന്നതായി പറയുന്നേ? ജോക്കുട്ടൻ ആരെ വഞ്ചിച്ചെന്നാ? അവനിവിടെ വന്നിരുന്നോ? ആ, ഓടി പിടച്ചോ എന്നെ പെട്ടിയും ഡ്രസ്സും ഒക്കെ എടുത്തോണ്ട് പോയി. അപ്പ ഒന്നല്ലാതെ പിന്നെ വന്നിട്ടേ ഇല്ല. എന്നാ നീ ചോദിച്ചത്? ഒന്നുമില്ല. അല്ല ഡേസി, അപ്പോ ജോക്കുട്ടൻ ഇങ്ങോട്ട് വരികയില്ല? അമ്മച്ചിക്ക് അവനുണ്ടെങ്കിലേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഓ, നീ എന്നാത്തിനാ എന്നോട് ചാടി കളിക്കാൻ വരുന്നേ? ചെറുക്കൻ എന്തിയെന്ന് ഞാനൊന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ. എന്നാലേ ആ ചോദ്യം ഈ വീട്ടിൽ ഇനി വേണ്ട. അവൻ എവിടെയെങ്കിലും പോയി ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഈ വീട്ടിൽ ഇനി അവൻ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു മകനുമില്ല. മനസ്സിലായോ? അയ്യോടി, ഇവക്ക് ഇതെന്നാ പറ്റി? മരുമോള് നിന്ന് എല്ലിന്റെ ഇടയിൽ കയറി തോന്നിയാസം കാണിച്ചേന് മോൻ എന്നാ പഠിച്ചെന്നാ? ഓ, ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ പുണ്യാള. മാളൂനെ ഡേസിക്കൊപ്പം വിടാൻ അശ്വതി മുരളി സമ്മതിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തുപറ്റി അവർക്ക് അങ്ങനെ തോന്നാൻ? മാളു നിർബന്ധം പിടിച്ചിട്ടാണോ? മാളുവിനേക്കാൾ ഇക്കാര്യത്തിൽ ഡേസിയാണ് നിർബന്ധം പിടിച്ചതെന്നാ മുരളി എന്നോട് പറഞ്ഞത്. ഇനി ഇന്ദിരാമ്മ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവോ? ഒരു കണക്കിന് ഡേസിയുടെ തീരുമാനത്തോട് അശ്വതി മുരളിയും അനുകൂലിച്ച് നന്നായി. അല്ലെങ്കിൽ ഡേസിയുടെ ജീവിതത്തിലും അതൊരു നെഗറ്റീവ് റിമാർക്ക് ഉണ്ടാക്കിയേനെ. ഒന്നുമില്ലെങ്കിലും മാളുവിന് ഡേസിയോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന് ഇതോടെ ബോധ്യാവുമല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ നേട്ടം? അതും ഡേസി ജോബിനോട് ഇങ്ങനൊരു നിലപാടെടുത്ത സ്ഥിതിക്ക്. ജോബിനെ കുറിച്ച് ഡേസി വിപിയോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ആ കാര്യം സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഡേസി. ആ ചെറുപ്പക്കാരൻ എന്താ ഇങ്ങനൊരു ക്യാരക്ടറായി പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ ഞാനും ആലോചിക്കുന്നത്. ഒരിക്കലും ഇങ്ങനൊരു മാറ്റം ജോബിന്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല വിപി. അത്ര നല്ല സ്വഭാവമായിരുന്നു അയാളുടേത്. അപ്പുവിന്റെ പ്രശ്നത്തിന്റെ തുടക്ക സമയത്ത് അത് കോംപ്രമൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ജോബിനായിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനൊരു പ്രപ്പോസൽ മാളൂന് വന്നപ്പോ അശ്വതി മുരളിയും മുന്നും പിന്നും നോക്കാതെ അത് സമ്മതിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് അവർക്ക് എന്തുമാത്രം മതിപ്പ് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഈ ഒറ്റ സംഭവം കൊണ്ട് ഇല്ലാതായി എന്ന് ആലോചിക്കുമ്പോ ഡേസി ഇത്രയ്ക്ക് കടുത്ത നിലപാടെടുത്തത് പാവം അത്രയ്ക്ക് ഷോക്ഡായി പോയതുകൊണ്ടാ. ഡേസിയെ ഈ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് പതുക്കെ മാറ്റിയെടുക്കണം ഗീത. ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ ജോബിന് വാശി കൂടുകയുള്ളൂ. അത് പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. അത് ശരിയാ വി പി. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പാച്ചപ്പ് ചെയ്യണം. അതിന് വി പി കൂടെ ഒന്ന് മനസ്സ് വെച്ചേ പറ്റൂ. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും ആള് വീട്ടിലെത്തിയല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റിലായിട്ട് ഞാൻ ഡേസിയെ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. പറ്റിയാൽ അതിനു മുമ്പ് ജോബിനൊന്ന് കാണണം. അയാൾ എങ്ങോട്ടാ പോയതെന്നറിയാവോ? ഇല്ല, ലോകത്തെ മുഴുവൻ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കല്ലേ അയാള്, പ്രത്യേകിച്ച് അപ്പൂനെ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്നേ. നമ്മളോട് എത്ര പിണങ്ങിയാലും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികളല്ലേ ഗീത. അവർക്കൊരു പ്രശ്നം വരുമ്പോ നമ്മളല്ലാതെ വേറെ ആരാ അത് സോൾവ് ചെയ്യാൻ? അല്ല, അപ്പു എങ്ങോട്ടാ പോയത്? ഡേസിയുടെ കൂടെയാണോ? അമലയെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് അപ്പു ഡേസിയുടെ വീട്ടിലേക്ക് പോകുന്ന ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ കൂടെ ഉള്ളത് നല്ലതാ. മാളൂനും ഡേസിക്ക് അതൊരു ആശ്വാസമാവുമല്ലോ. കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കാം. നീ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ, അതെന്താ? അധികം നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. MDക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഉടനെ ഇറങ്ങി. ഡോക്ടർ ജോബിന്റെ വൈഫ് സൂയിസൈഡിന് ശ്രമിച്ച കഥ ഹോസ്പിറ്റലിൽ ഇപ്പൊ പാട്ടാണല്ലോ. കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാന്ന് വിചാരിച്ചു. എന്നോടും 2-3 പേര് ചോദിച്ചു, ടെല്ലാമ്മയുടെ ഉൾപ്പെടെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ ഭാര്യ മെന്റൽ പേഷ്യന്റ് ആണെന്നും
ഡിപ്രഷൻ കയറിയ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതാണെന്നും വെച്ച് കാച്ചിട്ടുണ്ട്. റീസണായിട്ട് ആദ്യത്തെ ഒരു അബോർഷൻ സ്റ്റോറി കിടപ്പുണ്ടല്ലോ, അതങ്ങ് പോലിപ്പിച്ചു. പേടിക്കണ്ട, കൊളീഗ്സിന്റെ മുന്നിൽ നീ സേഫാ. പോരാത്തതിന് സെന്റിമെന്റ്സും കിട്ടും. ആ പിന്നെ നിന്റെ മമ്മി വിളിച്ചിരുന്നോ? ഇല്ല, ഇനി എന്റെ മമ്മി എന്നെ വിളിക്കില്ല. എനിക്ക് എന്റെ മമ്മിയെ നഷ്ടപ്പെട്ടു. ഒന്ന് പോടാ, നിനക്ക് ആരെയും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനില് മാളുവിൽ നിന്നും അവളുടെ റിലേറ്റീവ്സിൽ നിന്നും മുഖം രക്ഷിക്കാൻ തൽക്കാലം നീ ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് നിന്റെ മമ്മിക്കും തോന്നിക്കാണും. നിനക്ക് മമ്മിയൊന്ന് വിളിച്ചു നോക്കാറുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്നെങ്കിലും അറിയാലോ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. വിളിച്ചാലും മമ്മി ഫോൺ എടുക്കില്ല. എന്നെ അത്രയേറെ വെറുക്കുന്നുണ്ടാവും ഇപ്പോ. ഒന്നുമില്ല, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ വെറുക്കാന് മാത്രം നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. മിന്നുകെട്ടിയ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹക്കൂടുതലുണ്ടാവില്ലല്ലോ. ഭർത്താവിന് സ്നേഹക്കുറവുണ്ടെന്ന് അവൾക്കും അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. നോക്ക് ജോബിൻ, ആദ്യം നിന്റെ മനസ്സിലെ ഈ ആവശ്യമില്ലാത്ത കുറ്റബോധമാണ് മാറ്റിയെടുക്കേണ്ടത്. നീ കാരണമല്ല മാളു സൂയിസൈഡിന് ശ്രമിച്ചത്. ഇനി അഥവാ ആണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ കാരണം അപ്പു മാളു റിലേഷന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അപ്പു മാളുവിനെ ഉപേക്ഷിച്ച് ഇവിടം വിടാൻ ഒരുങ്ങുന്നതിന്റെ നിരാശയും സങ്കടവും സഹിക്ക വയ്യാതെ മാളു ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അല്ല, ഒന്ന് ചുഴിഞ്ഞാലോചിച്ചാ അത് തന്നെയാണ് സത്യവും. അല്ലെങ്കിൽ അവൾ ഒടുക്കത്തെ മെസ്സേജ് എന്തിനാ അപ്പൂന് അയക്കണം? നീയാണ് കാരണക്കാരനെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് നിനക്കല്ലേ അവൾ അയക്കേണ്ടിയിരുന്നത്? അലീന, നോ, വേണ്ട. നീ ഇനി എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും മാളുവിനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതിന്റെ യഥാർത്ഥ കാരണക്കാര് ആരാണെന്ന് നമുക്കറിയാം. നമുക്ക് മാത്രമല്ല, ഇപ്പൊ എന്നെ മാളുവിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അവരുടെയൊക്കെ മുന്നിൽ ഇനി സ്വയം ന്യായീകരിച്ച് നാറാൻ ഞാനില്ല. എനിക്കാരെയും ഫേസ് ചെയ്യാൻ വേണ്ട. കണ്ണാടിയിൽ എന്റെ രൂപം നോക്കാൻ തന്നെ എനിക്കിപ്പോ ഭയമാ. ഞാനേ അല്ല ഇപ്പോ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ നീ എങ്ങും എത്തില്ല മോനെ. ഇനിയെങ്കിലും നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്. അല്പം ബുദ്ധിപൂർവ്വം കളിച്ച മാളു എന്നീ കുരുക്കിൽ നിന്ന് നിനക്ക് ഇതോടുകൂടി രക്ഷപ്പെടാം. പിന്നെ ഈ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോ നമുക്ക് നമ്മുടെ പഴയ ജീവിതം. അലീന, പ്ലീസ്, ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാനോ സംസാരിക്കാനോ ഉള്ള മൂഡിലല്ല ഞാൻ പോട്ടെ. നീ ഇങ്ങോട്ട് പോന്നു? ഇപ്പോഴും ഹോട്ടൽ റൂമിൽ തന്നെയാണോ സ്റ്റേ? എങ്കിൽ നീ പോയി ആദ്യം തല തണുക്കെന്ന് കുളിച്ച് ഫ്രഷ് ആവ്. എന്നിട്ട് 2 ചിൽഡ് ബിയറൊക്കെ വലിച്ചു കയറ്റി നന്നായിട്ടൊന്ന് ഉറങ്ങ്. അപ്പൊ നിന്റെ മൈൻഡൊക്കെ സെറ്റ് ആവും. ഇല്ല അലീന, മദ്യപാനം ഞാൻ നിർത്തി. ഇനി എത്ര തണുപ്പിച്ച് കഴിച്ചാലും അതിനിപ്പോ എന്റെ മനസ്സിലെ തീ അണയ്ക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇനി എന്തൊക്കെ വന്നാലും മദ്യപിക്കില്ല എന്ന് ഞാൻ ശപഥം എടുത്തിട്ടുണ്ട്. ഗുഡ്. അപ്പൊ നന്നാവാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? ഇനി ആരെയാ നിനക്ക് ഇവിടെ കൊലക്ക് കൊടുക്കാനുള്ളത്? എന്നാ നീ നോക്കി പഠിപ്പിക്കുമെന്നോ? പറഞ്ഞ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അമ്മച്ചി, ഞാനിവിടെ വന്നത് ആരെയും കൊലയ്ക്ക് കൊടുക്കാനോ കൊല്ലാനോ ഒന്നുമല്ല. ആഹാ, അങ്ങനെയല്ലേ പിന്നെ എന്നാത്തിനാ ഇവിടുത്തെ കൊച്ചു ഉറക്കഗുളിയും എല്ലാം കൂടി എടുത്ത് കഴിച്ച് ചാവാൻ നോക്കിയത്? നീ ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ? ഞാനിവിടെ വരുമ്പോ ഇണക്കുരികളെ പോലെ നടന്ന പിള്ളേരാ ഇവര്. നീ എന്ന് മുതൽ ഇവിടെ വരാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ അലസണ്ടയും വഴക്കുവോ. പിള്ളേരെ തമ്മിൽ തെറ്റിച്ച് ഒരുത്തെ ചാകാറാക്കിയിട്ട് മതിയായില്ലേ നിനക്ക്? ഇല്ല, മതിയായില്ല. എന്തേ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്നതാ വന്നു വന്ന് നീ ഇപ്പൊ തർക്കത്തിന് പറയാനും തുടങ്ങിയോ? അല്ല, നല്ലത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാ. വേണ്ട, നീ അങ്ങനെ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിക്കണ്ട. ദേ, ഇനി ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കു വച്ചേ. നിനക്ക് കാണാൻ പറ്റി ആരും ഇവിടെ ഇല്ല. അതിപ്പോ അകത്ത് കയറി നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. അമ്മച്ചി മാറ്. ആഹാ, അങ്ങനെ ഇപ്പൊ മാറുന്നില്ല. എന്താ അല്ല ഡേശി,
നിന്റെ അറിവോടുകൂടിയാണോ ഇനി ഇവിടെ വന്നതെന്നാ ഞാൻ ചോദിച്ചത്. അതിന് അപ്പൂന് ഇവിടെ വരാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ. മാളു ഞാൻ കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതെന്നാ അമ്മച്ചിയുടെ പുതിയ കണ്ടുപിടുത്തം. അമ്മച്ചിക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അതൊന്നും നീ കാര്യമാക്കണ്ട അപ്പോ. ഇതൊക്കെ അമ്മച്ചി സ്വയം ഊഹിച്ചെടുത്തതാണോ അതോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? മാളു ഇന്ന് ജീവിച്ചിരിക്കുന്നതേ അപ്പു കാരണമാ. അതിനാദ്യം അപ്പുവിനോടാ നന്ദി പറയേണ്ടത്. പോട്ടെ ആന്റി, അമ്മച്ചി ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ. മാളു ഇവിടെ റൂമിലാണോ? ആ, അപ്പു പോയി കണ്ടിട്ടുവോ? അമ്മച്ചി ഒന്ന് കണ്ടോട്ടെ. നീ എന്നാ ഭാവിച്ച ഡേസമ്മ? ഈ കൊച്ചിനെ എന്നാത്തിനാ പിന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നേ? ഡേസമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ വീട്, നിന്റെ മോന്, നിന്റെ മരുമോള്. ഞാൻ ഇവിടെ വിരുന്ന് പാർക്കാൻ വന്നവളാ. ഇന്നോ നാളെയോ ഞാൻ അങ്ങ് പോവും. പക്ഷെ ഇപ്പൊ നീ ചെയ്തത് ഭാവിയിൽ നിനക്ക് തന്നെ കുരുക്കാൻ പോകുന്ന കാര്യങ്ങളാ. കുരുക്കാവാൻ പോകുന്ന കാര്യങ്ങളോ? ഒന്നുമല്ല. അങ്ങനെ ഭാവിയിൽ കുരുക്കാൻ സാധ്യതയുള്ള ചിലരെയൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഡേസമ്മ. കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. അവസാനം നീ തന്നെ ചതിക്കപ്പെടും. എന്താണ് മാഡം കാര്യമായിട്ടൊരു ആലോചന? ചീറ്റിപ്പോയ ആദ്യത്തെ ശ്രമം പൂർവാധികം ഭംഗിയായി വീണ്ടും എങ്ങനെ നിർവഹിക്കാം എന്നാണോ? അല്ല, അങ്ങനെ വലുതുമാണെങ്കിൽ പറയണം. പാവ ആന്റിയെ ബുദ്ധിമുട്ടിക്കാതെ ഗേറ്റിൽ സ്ഥിരമായ ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടേക്കായിരുന്നു. നീ കളിയാക്കിക്കോ, ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാണല്ലോ. അന്ന് നീ ഇതുപോലെ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോ ഞാനും കുറെ കളിയാക്കിയതല്ലേ. മക്കളെ, എന്നെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. അന്ന് ഞാൻ കാണിച്ചത് അബദ്ധമായിരുന്നു എന്ന് പൂർണ്ണമായും തിരിച്ചറിവ് എനിക്കിപ്പോ ഉണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഞാനന്ന് അങ്ങനെ ഒരു ഭീരുത്വത്തിന് ശ്രമിച്ചത് എന്നെ ആരും മനസ്സിലാക്കാനില്ലാതെ പോയതിന്റെ സങ്കടം കൊണ്ടാ. അല്പമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ച നിനക്ക് പോലും ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയും. പക്ഷേ അതുപോലെ ആയിരുന്നില്ല മാളു നിന്റെ കാര്യം. ഇങ്ങനെ ഒരു ക്രൈസിസിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോലും പോവാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച അതേ വീട്ടിലോട്ട് തന്നെ നീ മടങ്ങി വരാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും ഡെയ്സി ആന്റി എന്ന ആ സ്ത്രീക്കാം. അതെ, പിന്നെ നിന്റെ ഇഷ്ടത്തിന് അന്നും ഇന്നും കൂടെ നിൽക്കുന്ന നിന്റെ അച്ഛനും അമ്മയ്ക്കും. സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഇത്രയും പേര് കൂടെ ഉള്ളപ്പോ എല്ലാവരും തോപ്പിക്കാൻ നീ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തെങ്കിൽ അത് നല്ല തല്ലുകൊള്ളാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയൂ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരെ നമ്മളെ അകറ്റി നിർത്തുന്നെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. അപരിചിതനായ ആൾക്കൂട്ടത്തിന് നടുവിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയ മാനസികാവസ്ഥയിലാവും നമ്മൾ. സ്നേഹത്തോടെ നമ്മുടെ പേര് ആരെങ്കിലും ഒന്ന് ഉറക്കെ വിളിച്ചെങ്കിൽ ആഗ്രഹിച്ചു പോവും. പക്ഷെ എല്ലാവരും മുഖം തരാതെ നമ്മളെ കടന്നു പോവും. മതി മതി, സാഹിത്യം പറഞ്ഞേ നീ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണ്ട. പറഞ്ഞത് എന്നെയാണെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിനക്ക് ഊഹിക്കാലോ. നിന്റെ ലൈഫിൽ അപ്പുവിന്റെ പേര് ചേർത്ത് കെട്ടി ആരും നിന്നെ ഒഴിവാക്കരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒഴിവാവേണ്ടി വന്നില്ലെന്നാണോ നീ പറയുന്നത്? നീ അങ്ങനെ ചിന്തിക്കുന്നതിന് എത്രയും മുന്നേ ഡോക്ടർ അയാളുടെ ലൈഫിൽ നിന്ന് തന്നെ എത്ര മനോഹരമായിട്ട് മാറ്റി നിർത്തി. അത് ഞാൻ പിന്നെ സഹിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് അയാളിലെ നടനെയോ. സ്വന്തം അമ്മയുടെ മുന്നിൽ പോലും പേരും കള്ളങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു മനുഷ്യനൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെക്കുന്ന. അപ്പോ എനിക്കറിയാമാണോ, ഡോക്ടർ അങ്ങനെ ഒരു ഉപാധി നിന്റെ മുമ്പിൽ വെച്ചപ്പോ അത് സമ്മതിച്ചതാ നിന്റെ ആദ്യത്തെ തെറ്റ്. ആദ്യത്തെ തെറ്റ് ഞാൻ അയാളെ വിശ്വസിച്ചു പോയെന്നുള്ളത് തന്നെയാ. പോട്ടെ, ഇനിയിപ്പോ ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ ജീവിതം എന്തായി തീരുന്നുള്ള ആശങ്കയൊന്നും എനിക്കിപ്പോ ഇല്ല. അതെങ്ങനെയായി തീർന്നാലും വളരെ കൂളായി അതിനെ ഫേസ് ചെയ്യാൻ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആവുക.